കുറച്ച് എക്സൽ ഷോർട്ട് കട്ട്സ് നോക്കിയാലോ? നമുക്ക് ആദ്യം ഈ സ്പ്രെഡ്ഷീറ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ കഴ്സർ പോകുന്ന ഭാഗത്ത് മൊത്തത്തിൽ ഈ സ്പ്രെഡ്ഷീറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫോർമാറ്റ് സെൽ എന്നൊരു ഓപ്ഷൻ വേണം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെ കസ്റ്റം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടൈപ്പിന്റെ താഴെ ജനറൽ എന്നുള്ളത് ബാക്ക് സ്പേസ് അടിച്ച് നമുക്ക് കളയാം. അതിനുശേഷം ഇവിടെ 3 സെമി കോളൻ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് ഈ സെല്ലിൽ എന്തെങ്കിലും കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കാം. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ജസ്റ്റ് ABCD എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സെല്ലിലേക്ക് പോകുമ്പോൾ അത് അവിടെ ഹൈഡായി മാറും. ഇനി ഇവിടെ വേറെ എന്തെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. കണ്ടോ? ഇനി നമുക്ക് വേറെ സെല്ലിലേക്ക് പോകുമ്പോൾ മറ്റേതും അവിടെ നിന്ന് ഹൈഡായി പോകും. ഇനി ഇത് തിരിച്ച് അൺഹൈഡ് ചെയ്ത് കൊണ്ടുവരാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ വീണ്ടും ഈ സ്പ്രെഡ്ഷീറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ഫോർമാറ്റ് സെല്ലിലേക്ക് പോകാം. ഇനി നമുക്ക് ജനറൽ എന്നുള്ള കാറ്റഗറിയിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ദെൻ ഓക്കെ കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ഹൈഡ് ചെയ്ത ആ ഡാറ്റാസ് ഇതിനകത്ത് അൺഹൈഡായി വന്നോളൂ.